അവിടെ കോഴിക്കോട് മമ്മൂക്കയുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണ വീടുകൾ, മരണ വീടുകൾ, നോമ്പ് തുറ, പിന്നെ സാഹിത്യം, ഏത് പുസ്തക പ്രകാശനം ഉണ്ടെങ്കിലും മമ്മൂക്ക അവിടെ ഉണ്ടാവും. എന്ത് ഫംഗ്ഷനിലും മമ്മൂക്കയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. ആ സ്പീച്ച് കേൾക്കാൻ ഞാനൊക്കെ ആകാംക്ഷയോട് കാത്തിരുന്നുണ്ട്. കാരണം ഒരു തമാശ ഉണ്ടാവില്ല, പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഭയങ്കര ഒരു ബഹുമാനമൊക്കെ തോന്നിപ്പോകും നമുക്ക്. കോഴിക്കോട്ടുകാരുടെ അവരുടെ ഒരു ജീവിതത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളും ഇവരെല്ലാം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ഈ ഒരു എന്താണ് ഖവാലി സംഗീതവും അത് ഏതെങ്കിലും വീടുകളിലോ എന്തെങ്കിലും മച്ചിലോ ഒരു ഹാർമോണിയവും തബലിയായിട്ട് സംഗീതമായിട്ട് ഭയങ്കര നമ്മളെ ബാബുക്കയുടെയും അതുപോലെ അബ്ദുൽ ഖാദറിന്റെ ഒക്കെ പാട്ടുകൾ പാടുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വലിയൊരു സംഗീതത്തിന്റെ ഒക്കെ ഒരു വലിയൊരു ബോധം ഉണ്ട്. കോഴിക്കോട് ബാവുക്കയുടെ ഒരു വലിയൊരു തബല, ബാവുക്കയുടെ ഒരു ഗാനമേള മിഠായിത്തെരുവിൽ വെച്ചിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി സംഘടിപ്പിച്ചിരുന്നു. മിഠായിത്തെരുവിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമയുണ്ട്. ആ പ്രതിമേൻ്റെ അടിയിൽ വെച്ചിട്ട് മിഠായിത്തെരുവൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു. നല്ല പഴയ പാട്ടുകൾ മുഴുവൻ ഞാൻ എൻ്റെ അവതാരകനായിട്ട് നിന്നുകൊണ്ടിരുന്നു. ഈ പരിപാടി അന്ന് രാവിലെ ഞാൻ മാമക്കയെ വിളിച്ച് പറഞ്ഞാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം, ഞാൻ വരിടാ അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആ പാട്ടുകൾ മുഴുവൻ ആസ്വദിച്ചിട്ടാണ് മാമക്ക പാടുന്നത്. പാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. മാമുക്കയെ കുറിച്ച് ഇപ്പോൾ ഇനി ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. ശ്രീ മാമുക്കോയ, അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അധികമാവില്ല. കാരണം അത്രയും അനുഗ്രഹീതനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഇപ്പം നമ്മുടെ പോപ്പ് കൾച്ചറിൽ കീലേരി അച്ചുവായിട്ടും നമ്മുടെ ട്രോളുകളിലും മീമുകളിലും എല്ലാം കീലേരി അച്ചുവായിട്ടും ഗഫൂർ ദോസ്തായിട്ടും കുഞ്ഞിക്കാദറായിട്ടും ഒക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. സിനിമകൾ അദ്ദേഹം അഭിനയിച്ച നിരവധി കഥാപാത്രങ്ങൾ, മലബാർ ചുവയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ മലയാളികൾ നെഞ്ചേറ്റിയതാണ്. അതിനൊക്കെ അപ്പുറത്തേക്കൊരു സിനിമയിൽ ഹ്യൂമർ ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചവർക്കറിയാം. അദ്ദേഹം കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള MT സാർ അടക്കമുള്ള ആളുകളുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ആളാണ്. മികച്ച നാടകക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആട് 2. അതിൽ അദ്ദേഹം വന്നത് തന്നെ എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഷൂട്ടിംഗ് സൈറ്റിലാണെങ്കിലും ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായി ഇംപ്രവൈസ് ചെയ്യാനൊക്കെ അറിയാലോ. ഒരു അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സീനൊക്കെ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യവും ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്.